എല്ലാവർക്കും സ്വാഗതം. ഒപ്റ്റിക്കൽ ഫൈബർ കേബിളുകൾ എങ്ങനെയാണ് ഡൈഇലക്ട്രിക് വേവ് ഗൈഡുകളായിട്ട് ആക്ട് ചെയ്യുന്നത് എന്നതിനെക്കുറിച്ചാണ് ഇത്രയും നേരം നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഇൻ ജനറൽ ഇത്രയും നേരം സംസാരിച്ചതിനെക്കുറിച്ച് പൊതുവായിട്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ ഓർമ്മിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾ വഴി അറിയാം, അതിനൊരു കോറുണ്ട്. അത് ഉണ്ടാക്കിയിരിക്കുന്ന മെറ്റീരിയലിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് N1 ആയിരിക്കും. അതിൻ്റെ ഓവർ ലെയറായിട്ട് മറ്റൊരു ക്ലാഡിംഗ് ഉണ്ടായിരിക്കും. അതിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് N2 ആയിരിക്കും. അങ്ങനെ ഉള്ള ഒരു ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾ വഴി ഇസഡ് ഡയറക്ഷനിൽ ട്രാവൽ ചെയ്തു പോകുന്ന ഒരു ലൈറ്റ് പൾസ്. ഈ പൾസിൻ്റെ അല്ലെങ്കിൽ സിഗ്നലിൻ്റെ മോഡിനെ കുറിച്ചൊരു ഇക്വേഷൻ നമ്മൾ പഠിച്ചിരുന്നു. ഏത് മോഡിൽ അത് ട്രാവൽ ചെയ്യുമെന്നതിന് നമുക്ക് ഇക്വേഷൻ ഉണ്ട്. ആ ഇക്വേഷൻ എന്ന് പറയുന്നത് 2πN1 × 2a ഡിവൈഡഡ് ബൈ ലാംഡ into cos theta m minus phi of m is equal to m pi എന്നാണ്. അപ്പോൾ mth മോഡിൽ ട്രാവൽ ചെയ്തു പോകുന്ന ഒരു വേവിൻ്റെ ലൈറ്റ് പൾസിൻ്റെ ഇക്വേഷനാണ് തന്നിരിക്കുന്നത്. അങ്ങനെ ഇസഡ് ഡയറക്ഷനിൽ ട്രാവൽ ചെയ്തു പോകുമ്പോൾ ഓഫ് കോഴ്സ് ബാക്കി രണ്ട് ഡയറക്ഷനുകളിലും ഇവനൊരു പ്രൊപ്പഗേഷൻ വെക്ടറുകൾ കാണും. ആ പ്രൊപ്പഗേഷൻ വെക്ടറുകൾ നമ്മൾ βm എന്നും km എന്നും പറഞ്ഞ് റെപ്രസെൻറ്റ് ചെയ്തിരുന്നു. അതിൻ്റെ വാല്യൂസും നമുക്ക് ഓൾറെഡി തന്നിട്ടുണ്ട്. മറ്റ് കാണേണ്ട ഒരു പാരാമീറ്റർ എന്ന് പറയുന്നത് V നമ്പർ എന്ന് പറഞ്ഞൊരു സാധനം. ഇത്തരം ഒപ്റ്റിക്കൽ ഫൈബർ ഡൈഇലക്ട്രിക് വേവ് ഗൈഡ്സിനകത്ത് സംഭവിക്കുന്ന ഡിസ്പേഴ്സിനെ കുറിച്ചാണ് നമ്മൾ ഏറ്റവും അവസാനമായി സംസാരിച്ചത്. നമുക്കറിയാം, ഡിസ്പേഴ്സൺ എന്ന് പറഞ്ഞാൽ ഒന്നിച്ചു പോകേണ്ട ഒരു ലൈറ്റ് പൾസ് സ്പ്ലിറ്റ് ചെയ്തു പോകുന്നതിന് വിളിക്കുന്ന പേരാണ് ഡിസ്പേഴ്സൺ. രണ്ട് ടൈപ്പ് ഡിസ്പേഴ്സൺ നമ്മൾ ഓൾറെഡി കണ്ടിരുന്നു. ഇന്റർ മോഡൽ ഡിസ്പേഴ്സണും ഇൻട്രാ മോഡൽ ഡിസ്പേഴ്സണും. ഇന്റർ മോഡൽ ഡിസ്പേഴ്സണെ കുറിച്ച് പറയുകയാണെങ്കിൽ പല മോഡുകൾക്കിടയിലുള്ള ഡിസ്പേഴ്സൺ വിളിക്കുന്ന പേരാണ് ഇന്റർ മോഡൽ ഡിസ്പേഴ്സൺ. അതായത് ഓരോ മോഡിനും ഒരു പർട്ടിക്കുലർ വാല്യൂ ഓഫ് θm ഉണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ ഓരോ മോഡിൻ്റെയും പ്രൊപ്പഗേഷൻ വെക്ടർ എന്ന് പറയുന്നത് ഡിഫറൻ്റ് ആയിരിക്കും. അങ്ങനെ പല പ്രൊപ്പഗേഷൻ വെക്ടറുള്ളവന്മാർ പല ഗ്രൂപ്പ് വെലോസിറ്റിയിലായിരിക്കും നമ്മുടെ ഫൈബറിനുള്ളിൽ കൂടി ട്രാവൽ ചെയ്യുക. അങ്ങനെ ട്രാവൽ ചെയ്യുന്നതിന് ഫലമായിട്ട് ഒരു ലൈറ്റ് പൾസ് പുറത്തിറങ്ങി വരുന്ന ഔട്ട്പുട്ട് സൈഡിൽ നിന്ന് കിട്ടുന്ന ലൈറ്റ് പൾസിൽ പല മോഡുകളും പല വെലോസിറ്റിയിൽ ട്രാവൽ ചെയ്ത് വരുമ്പോൾ അവന്മാർ പല ടൈമിലെത്തും. അതുകൊണ്ട് നമ്മുടെ ലൈറ്റ് പൾസിനൊരു ബ്രോഡനിങ് സംഭവിക്കുന്നു. ഇതാണ് ഇന്റർ മോഡൽ ഡിസ്പേഴ്സൺ എന്ന് പറഞ്ഞത്. നേരെ മറിച്ച് ഇൻട്രാ മോഡൽ ഡിസ്പേഴ്സൺ എന്ന് പറഞ്ഞാൽ വിത്തിൻ സെയിം മോഡ്, ഒരേ ഒരു മോഡേ ഉള്ളെങ്കിൽ പോലും ആ മോഡിനുള്ളിൽ തന്നെ ലൈറ്റ് പൾസിന് ഒരു ബ്രോഡനിങ് സംഭവിക്കും. ഇതിനെ വിളിക്കുന്ന പേരാണ് ഇൻട്രാ മോഡൽ ഡിസ്പേഴ്സൺ. നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടത് ഡിസ്പേഴ്സൺ ഇൻ സിംഗിൾ മോഡ് ഫൈബേഴ്സ് ആണ്. അതായത് നമ്മുടെ ഒപ്റ്റിക്കൽ ഫൈബർ കേബിളിനകത്ത് വഴി ഒരേ ഒരു മോഡ്, ഫണ്ടമെന്റൽ മോഡ് മാത്രമേ ട്രാവൽ ചെയ്യുന്നുള്ളൂ. അങ്ങനെ ഒരു സിംഗിൾ മോഡ് ട്രാവൽ ചെയ്യുമ്പോൾ അവൻ എന്തൊക്കെ കാരണങ്ങൾ കൊണ്ട് ഡിസ്പേഴ്സൺ ഉണ്ടാകാം എന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അത് നമ്മൾ ഓൾറെഡി പറഞ്ഞ ഇൻട്രാ മോഡൽ ഡിസ്പേഴ്സൺ തന്നെയാണ് ഇവിടെ സംസാരിക്കാൻ പോകുന്നത്. ഒരു 4-5 കാരണങ്ങൾ കൊണ്ട് ഒരു സിംഗിൾ മോഡ് മാത്രം ട്രാവൽ ചെയ്യുന്ന ഒരു ഫൈബറിനകത്ത് ഡിസ്പേഴ്സൺ സംഭവിക്കാം. 1-2 നമ്മൾ ഓൾറെഡി പറഞ്ഞാണ്, എങ്കിലും നമ്മളത് ഒന്നും കൂടി സംസാരിക്കുകയാണ്. ഇതിൽ ആദ്യത്തേത് എന്ന് പറയുന്നത് മെറ്റീരിയൽ ഡിസ്പേഴ്സൺ ആണ്. മെറ്റീരിയൽ ഡിസ്പേഴ്സൺ എന്ന് പറഞ്ഞാൽ നമ്മൾ എടുത്തിരിക്കുന്ന ഒപ്റ്റിക്കൽ ഫൈബറിൻ്റെ മെറ്റീരിയലിൻ്റെ പ്രോപ്പർട്ടി കൊണ്ട്, അതിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന പ്രോപ്പർട്ടി കൊണ്ട് ഉണ്ടാകുന്ന ഡിസ്പേഴ്സൺ ആണ് ഇത്. നമുക്കറിയാം, നമ്മൾ ഒരു സിംഗിൾ ലൈറ്റ് പൾസിനെ കുറിച്ചൊക്കെയാണ് സംസാരിക്കുന്നതെങ്കിലും ഒരു ലൈറ്റ് പൾസും ഐഡിയലായിട്ട് മോണോക്രോമാറ്റിക് അല്ല. അല്ലെങ്കിൽ അതിനകത്ത് ഒരു റേഞ്ച് ഓഫ് വേവ് ലെങ്ത്സ് കാണും. നമ്മളൊരു ലൈറ്റ് പൾസിനെ അയക്കുന്നു. ആ ലൈറ്റ് പൾസ് ഒരു സിംഗിൾ വേവ് ലെങ്ത്തിലുള്ളവനല്ല. അവൻ്റെ വേവ് ലെങ്ത് എന്ന് പറയുന്നത് λ1 മുതൽ λ2 വരെ വേരി ചെയ്തിട്ടുള്ള ഒരു പൾസ് ആണ്. ഈ പൾസ് ട്രാവൽ ചെയ്ത് പോകുന്ന സമയത്ത് λ1 എക്സ്പീരിയൻസ് ചെയ്യേണ്ടി വരുന്ന ഗ്രൂപ്പ് വെലോസിറ്റി ആയിരിക്കില്ല λ2 എക്സ്പീരിയൻസ് ചെയ്യേണ്ടി വരുന്നത്. അതുകൊണ്ട് തന്നെ ഔട്ട്പുട്ട് സൈഡിലെത്താൻ നേരത്തെ ഈ രണ്ട് വേവ് ലെങ്ത്തുകളെ റിസീവ് ചെയ്യുന്ന ടൈമിന് ഒരു ചെറിയ ഡയലേഷൻ ഉണ്ട്. ഈ ടൈമിന് ഉണ്ടാകുന്ന ഈ സ്പ്രെഡിനെ നമ്മൾ Δt എന്ന് വിളിച്ചാൽ, ഈ വേവ് ഗൈഡിൻ്റെ ലെങ്ത് L എന്നെടുത്താൽ യൂണിറ്റ് ലെങ്ത്തിൽ എത്ര സ്പ്രെഡ് ഉണ്ടായി എന്നതിൻ്റെ ഇക്വേഷൻ ഡെഫിനറ്റ്ലി അത് എത്ര റേഞ്ചിലാണ് വേവ് ലെങ്ത് കിടന്നത് എന്നതിന് ഡയറക്ട്ലി പ്രൊപ്പോർഷൻ ആയിരിക്കും. ഓർ Δt/L ഡെഫിനറ്റ്ലി Δ λ proportion ആയിരിക്കും. And the equation is given by delta
T/L ഈസ് ഈക്വൽ ടു മോഡുലസ് ഓഫ് dm ഇൻറ്റു ഡെൽറ്റ ലാംഡ. അവിടെ dmനെ വിളിക്കുന്ന പേരാണ് മെറ്റീരിയൽ ഡിസ്പേഴ്സൺ കോഎഫിഷ്യന്റ്. അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് dm ഈസ് ഈക്വൽ ടു മൈനസ് ലാംഡ ബൈ സി d സ്ക്വയർ n ഡിവൈഡഡ് ബൈ t ലാംഡ സ്ക്വയർ. നമ്മൾ ആ ഇക്വേഷനിലേക്ക് നോക്കിയാൽ തന്നെ കാണാം dmൻ്റെ വാല്യൂ കണ്ടുപിടിക്കുന്നത് നെഗറ്റീവ് സൈനാണ് കിട്ടുന്നത്. പക്ഷെ നമ്മൾ മേളിലെ സ്പ്രെഡ് എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും, കാരണം നമ്മൾ അതിൻ്റെ മോഡുലസ് ആണ് എടുക്കുന്നത്. ഒരു സിംഗിൾ മോഡാണ്, ഫണ്ടമെൻ്റൽ മോഡാണ്. 0-1 എന്ന് പറയുന്ന ഫണ്ടമെൻ്റൽ മോഡാണ് ട്രാവൽ ചെയ്യുന്നത്. നമ്മൾ ഇൻപുട്ട് പൾസ് ഇൻപുട്ട് സൈഡിൽ നിന്നും ഫൈബറിലേക്ക് കയറ്റി വിടുന്നു, ഔട്ട്പുട്ട് സൈഡിൽ നമുക്ക് ഔട്ട്പുട്ട് പൾസ് കിട്ടുന്നു. ഇതിന് ഈ ട്രാവൽ ചെയ്യാൻ വേണ്ടി ഇൻപുട്ട് സൈഡിലെയും ഔട്ട്പുട്ട് സൈഡിലെയും ഇൻപുട്ടും ഔട്ട്പുട്ടും കിട്ടുന്നതിനിടയ്ക്കുള്ള ഡിലേക്ക് വിളിക്കുന്ന പേരാണ് ട്രാൻസിറ്റ് ടൈം. ടി ആണ് ട്രാൻസിറ്റ് ടൈം എങ്കിൽ എൽ ആണ് ഓപ്റ്റിക്കൽ ഫൈബറിന്റെ ലെങ്ത് എങ്കിൽ ഈ ട്രാൻസിറ്റ് ടൈം പെർ യൂണിറ്റ് ലെങ്ത് എന്ന് പറയുന്നത് ടി ഡിവൈഡഡ് ബൈ എൽ. ഡെഫിനറ്റ്ലി എൽ ബൈ ടി എടുത്താൽ വെലോസിറ്റി കിട്ടുമെന്ന് അറിയാം. അതുകൊണ്ട് ടി ബൈ എൽ എടുത്തു കഴിഞ്ഞാൽ 1/vg ഓർ 1 വെലോസിറ്റി ആയിരിക്കും കിട്ടാൻ പോകുന്നത്. ആൻഡ് ദാറ്റ് ഈസ് ഗിവൺ ബൈ ഇവിടെയുള്ള ക്വസ്റ്റ്യൻ. ഗ്രൂപ്പ് വെലോസിറ്റി എന്ന് പറയുന്നത് ഏതിൻ്റെ ഗ്രൂപ്പ് വെലോസിറ്റി എടുക്കണം? കാരണം നമ്മൾ പറഞ്ഞു ലാംഡ 1 മുതൽ ലാംഡ 2 വരെ ഡിഫറെൻറ്റ് വേവ് ലെങ്സ് ഉണ്ട്, പലതിനും പല ഗ്രൂപ്പ് വെലോസിറ്റിയാണ്. നോർമലി നമ്മളൊരു ഇൻപുട്ട് സൈഡിൽ കൊടുക്കുന്ന പൾസിൻ്റെ സെൻട്രൽ വേവ് ലെങ്ത് ലാംഡ 0 ആണ് ഈ ഗ്രൂപ്പ് വെലോസിറ്റി ആയിട്ട് എടുക്കുന്നത്. അടുത്താണ് വേവ് ഗൈഡ് ഡിസ്പേഴ്സൺ. നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്ത മെറ്റീരിയൽ ഡിസ്പേഴ്സൻ്റെ റീസൺ എന്ന് പറയുന്നത് റിഫ്രാക്റ്റീവ് ഇൻഡെക്സിൻ്റെ വാല്യൂ ചേഞ്ച് ചെയ്തുകൊണ്ടാണ് മെറ്റീരിയൽ ഡിസ്പേഴ്സൺ ഉണ്ടായത്. നേരെ മറിച്ച് വേവ് ഗൈഡ് ഡിസ്പേഴ്സണിലേക്ക് വരുമ്പോൾ റിഫ്രാക്റ്റീവ് ഇൻഡെക്സിൻ്റെ വാല്യൂ കോൺസ്റ്റന്റ് ആണ്. n1ൻ്റെയും n2ൻ്റെയും വാല്യൂ എപ്പോഴും കോൺസ്റ്റന്റ് ആയിരിക്കും, അല്ല വേവ് ലെങ്ത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. എങ്കിൽ പോലും പല വേവ് ലെങ്തുകൾക്ക് പല ഗ്രൂപ്പ് വെലോസിറ്റി ഉണ്ടായിരിക്കാം. കാരണം ഗ്രൂപ്പ് വെലോസിറ്റി vg എന്ന് പറയുന്നത് ഓഫ് കോഴ്സ് വി നമ്പർ വിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന സാധനമാണ്. ആ വി നമ്പറിൻ്റെ ഇക്വേഷൻ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം അത് ലാംഡയെ അല്ലെങ്കിൽ വേവ് ലെങ്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന സാധനം. ദാറ്റ് മീൻസ് ലാംഡ വേരി ചെയ്താൽ വേവ് നമ്പർ വേരി ചെയ്യും, വി നമ്പർ വേരി ചെയ്താൽ ഗ്രൂപ്പ് വെലോസിറ്റി വേരി ചെയ്യും. ഇവിടെയും നമ്മൾ ഇൻപുട്ട് സൈഡിൽ ഒരു ലൈറ്റ് പൾസ് കൊടുക്കുന്നു, ഔട്ട്പുട്ട് സൈഡിലെത്തുമ്പോൾ അവനൊന്ന് ബ്രോഡൻ ചെയ്യുന്നു. അവനുണ്ടായ ബ്രോഡനിങ് ഡെൽറ്റ ടി ആണെങ്കിൽ സ്പ്രെഡ് പെർ യൂണിറ്റ് ലെങ്ത് ഡെൽറ്റ ടി ഡിവൈഡഡ് ബൈ എല്ലിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് മാഗ്നിറ്റ്യൂഡ് ഓഫ് dw ഇൻറ്റു ഡെൽറ്റ ലാംഡ. വേർ dw എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കോഎഫിഷ്യന്റ് ഓഫ് വേവ് ഗൈഡ് ഡിസ്പേഴ്സൺ. നോർമലി ഈ കോഎഫിഷ്യന്റ് ഓഫ് വേവ് ഗൈഡ് ഡിസ്പേഴ്സൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 1.5നും 2.5നും ഇടയിലായിരിക്കും. അതിൻ്റെ ഒരു അപ്രോക്സിമേറ്റ് വാല്യൂ ഈസ് ഗിവൺ ബൈ dw ഈസ് ഈക്വൽ ടു 1.984 ng2 the whole divided by 2πa the whole square into 2c into n2 square. അത് നോക്കിക്കഴിഞ്ഞാൽ തന്നെ കാണാം ഈ വേവ് ഗൈഡ് ഡിസ്പേഴ്സൺ കോഎഫിഷ്യന്റ് എന്ന് പറയുന്നത് a നമ്മുടെ എടുത്തു വെച്ചിരിക്കുന്ന കോറിൻ്റെ റേഡിയസ്, n2 ക്ലാഡിങ്ങിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്, ഇങ്ങനെ പല കാര്യങ്ങളെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന സാധനമാണ്. അല്ലെങ്കിൽ വേവ് ഗൈഡിൻ്റെ ജോമെട്രിയെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന സാധനമാണ് ഈ വേവ് ഗൈഡ് ഡിസ്പേഴ്സൺ. അതുകൊണ്ടാണ് അവനെ വേവ് ഗൈഡ് ഡിസ്പേഴ്സൺ എന്ന പേര് തന്നെ വിളിക്കുന്നത്. അവിടെ കാണാവുന്ന മറ്റൊരു സംഗതി ഈ dwൻ്റെ വാല്യൂ എന്ന് പറയുന്നത് പോസിറ്റീവാണ്. dmൻ്റെ വാല്യൂ നമ്മൾ കണ്ടു, അതിൻ്റെ ഇക്വേഷൻ നെഗറ്റീവാണ് നോർമലി വരിക, dwൻ്റെ വാല്യൂ പോസിറ്റീവാണ് വരിക. അടുത്തതായി ക്രോമാറ്റിക് ഡിസ്പേഴ്സൺ ഓർ ടോട്ടൽ ഡിസ്പേഴ്സൺ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ സംസാരിച്ച് കഴിഞ്ഞ മെറ്റീരിയൽ ഡിസ്പേഴ്സൺ, വേവ് ഗൈഡ് ഡിസ്പേഴ്സൺ, ഇത് രണ്ടും കൂടി ചേരുന്നതിന് വിളിക്കുന്ന പേരാണ് ക്രോമാറ്റിക് ഡിസ്പേഴ്സൺ. ആൻഡ് ഇൻ കേസ് ഓഫ് ക്രോമാറ്റിക് ഡിസ്പേഴ്സൺ സ്പ്രെഡ് പെർ യൂണിറ്റ് ലെങ്ത് given by modulus of dch into delta lambda, where dch is known as coefficient of chromatic dispersion. dchന്റെ വാല്യൂ ഓഫ് കോഴ്സ് മോഡുലസ് ഓഫ് dm പ്ലസ് dw ആണ്. ഒരു വാല്യൂ പോസിറ്റീവ്, ഒരു നെഗറ്റീവ്. അങ്ങനെ ഡെഫിനറ്റ്ലി dchന്റെ വാല്യൂ വേണമെങ്കിൽ 0 ആകാം.
അങ്ങനെ DCHന്റെ വാല്യൂ ഏത് വേവ് ലെങ്തിനാണോ 0 ആകുന്നത് ആ വേവ് ലെങ്ത് അറിയപ്പെടുന്ന പേരാണ് സീറോ ഡിസ്പേഴ്സൺ വേവ് ലെങ്ത്. ഉപയോഗിക്കുന്ന മെറ്റീരിയലിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ചേഞ്ച് ചെയ്താൽ DMന്റെ വാല്യൂവിനെ നമുക്ക് കൺട്രോൾ ചെയ്യാം. ഉപയോഗിക്കുന്ന ഒപ്റ്റിക്കൽ ഫൈബറിന്റെ ജോമെട്രിയെ കൺട്രോൾ ചെയ്താൽ നമുക്ക് DWന്റെ വാല്യൂവിനെ കൺട്രോൾ ചെയ്യാം. ദാറ്റ് മീൻസ് DCHന്റെ വാല്യൂ എന്ന് പറയുന്നത് നമുക്ക് കൺട്രോൾ ചെയ്യാൻ. ഇപ്പോൾ സ്യൂട്ടബിൾ ഡിസൈനിലൂടെ വേണമെങ്കിൽ നമുക്ക് ഈ സീറോ ഡിസ്പേഴ്സൺ വേവ് ലെങ്ത് ഏത് വാല്യൂവിലേക്ക് വേണമെങ്കിലും ഷിഫ്റ്റ് ചെയ്യാവുന്നതാണ്. ആ പ്രോസസ്സിന് വിളിക്കുന്ന പേരാണ് ഡിസ്പേഴ്സൺ ഷിഫ്റ്റഡ് ഫൈബേഴ്സ്. അടുത്ത ഡിസ്പേഴ്സൺ എന്ന് പറയുന്നത് പ്രൊഫൈൽ ഡിസ്പേഴ്സൺ ആണ്. ഈ പ്രൊഫൈൽ ഡിസ്പേഴ്സൺ എന്ന് പറയുന്നത് മെറ്റീരിയൽ ഡിസ്പേഴ്സൺ തന്നെ മറ്റൊരു വെറൈറ്റിയാണ്, അല്ലെങ്കിൽ മറ്റൊരു വകഭേദമാണ് എന്ന് പറയും. ഇവിടെ നമ്മൾ സംസാരിക്കുന്നത് നോർമലൈസ്ഡ് ഇൻഡെക്സ് ഡിഫറൻസ് അല്ലെങ്കിൽ കോറിൻ്റെയും ക്ലാഡിങ്ങിൻ്റെയും റിഫ്രാക്റ്റീവ് ഇൻഡെക്സുകൾ തമ്മിലുള്ള ഡിഫറൻസ് ആയ ഡെൽറ്റ എന്ന വാല്യൂവിനെ കുറിച്ചാണ്. ഡെൽറ്റയുടെ വാല്യൂ എന്ന് പറയുന്നത് N1 - N2 / N1 ആണ്. ഈ നോർമലൈസ്ഡ് ഇൻഡെക്സ് ഡിഫറൻസ് എന്ന് പറയുന്ന സാധനം വേവ് ലെങ്തിനുണ്ടാകുന്ന ഡിഫറൻസിന്റെ ഒരു ഫംഗ്ഷൻ ആയിരിക്കും. ഓർ ഡെൽറ്റ ഈസ് ഈക്വൽ ടു നോർമലൈസ്ഡ് ഇൻഡെക്സ് ഡിഫറൻസ് ഡെൽറ്റ ഈസ് ഈക്വൽ ടു ഡെൽറ്റ ലാംഡ. ഇത് കാരണമുണ്ടാകുന്ന ഡിസ്പേഴ്സനെ വിളിക്കുന്ന പേരാണ് പ്രൊഫൈൽ ഡിസ്പേഴ്സൺ. ഇവിടെയും സ്പ്രെഡ് പെർ യൂണിറ്റ് ലെങ്ത് ഡെൽറ്റ T/L ഈസ് ഗിവൺ ബൈ മോഡുലസ് ഓഫ് dP ഇൻറ്റു ഡെൽറ്റ ലാംഡ, വേർ dP എന്ന് പറയുന്നത് പ്രൊഫൈൽ ഡിസ്പേഴ്സൺ കോഎഫിഷ്യന്റ്. അടുത്താണ് പോളറൈസേഷൻ ഡിസ്പേഴ്സൺ. പോളറൈസേഷൻ ഡിസ്പേഴ്സൺ നമ്മുടെ ലൈറ്റ് പൾസിന്റെ പോളറൈസേഷനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. നമ്മൾ എടുക്കുന്ന ലൈറ്റ് പൾസ് ഏത് ഡയറക്ഷനിലാണ് പോളറൈസ് ചെയ്ത് ഫൈബറിനുള്ളിൽ കൂടി പാസ് ചെയ്ത് പോകുന്നത് അതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഇത് നോർമലി അനൈസോട്രോപിക് ആയിട്ടുള്ള ഫൈബറിനുള്ളിലാണ് സംഭവിക്കുന്നത്. ദാറ്റ് മീൻസ് നമ്മൾ എടുക്കുന്ന ഫൈബറിനകത്ത് ഐസോട്രോപിക് ആയിട്ടല്ല അതിൻ്റെ കോറിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് കരുതുക. പല ഡയറക്ഷനിലും റിഫ്രാക്റ്റീവ് ഇൻഡെക്സിന് ചെറിയ വാല്യൂ ചേഞ്ചസ് ഉണ്ടെന്ന് നോക്കുക. ഒരു ജനറൽ കേസ് എടുത്താൽ X ഡയറക്ഷനും Y ഡയറക്ഷനും റിഫ്രാക്റ്റീവ് ഇൻഡെക്സിന് ചെറിയ വേരിയേഷൻ ഉണ്ടെങ്കിൽ ലൈറ്റ് പൾസ് ഏത് ഡയറക്ഷനിൽ പോളറൈസ് ചെയ്തു എന്നതിന് അനുസരിച്ച് പല ഡയറക്ഷനിലും നമ്മുടെ ലൈറ്റ് പൾസിന് എക്സ്പീരിയൻസ് ചെയ്യേണ്ടി വരുന്ന റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഡിഫറെൻ്റ് ആയിരിക്കും. X ഡയറക്ഷനിൽ ഉള്ള റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആയിരിക്കത്തില്ല Y ഡയറക്ഷനിൽ അവൻ എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ X ഡയറക്ഷനിലുള്ള പ്രൊപ്പഗേറ്റിംഗ് വെക്ടർ ആയിരിക്കത്തില്ല Y ഡയറക്ഷനിൽ അവൻ എക്സ്പീരിയൻസ് ചെയ്യുന്നത്. ഈ കാരണം കൊണ്ടുണ്ടാകുന്ന ഡിസ്പേഴ്സനെ വിളിക്കുന്ന പേരാണ് പോളറൈസേഷൻ ഡിസ്പേഴ്സൺ. അടുത്ത ഡിസ്പേഴ്സൺ ഫ്ലാറ്റേഡ് ഫൈബേഴ്സുകളാണ്. നമ്മൾ ഓൾറെഡി ഡിസ്പേഴ്സൺ ഷിഫ്റ്റഡ് ഫൈബേഴ്സുകളെ കുറിച്ച് സംസാരിച്ചിരുന്നു. അതായത് ടോട്ടൽ ക്രോമാറ്റിക് ഡിസ്പേഴ്സണിന്റെ വാല്യൂ എന്ന് പറയുന്നത് PM+DW ആണ്. അത് സ്യൂട്ടബിൾ ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്താൽ DCH അല്ലെങ്കിൽ ടോട്ടൽ ക്രോമാറ്റിക് ഡിസ്പേഴ്സൺ കോഎഫിഷ്യന്റ് വേണമെങ്കിൽ നമുക്ക് 0 ആക്കാം. അതിൻ്റെ ഗ്രാഫാണ് ഈ തന്നിരിക്കുന്നത്. നമ്മൾ ഇവിടെ സംസാരിക്കുന്നത് ഡിസ്പേഴ്സൺ ഫ്ലാറ്റൺ ഫൈബേഴ്സിനെ കുറിച്ചാണ്. ഏതൊക്കെ രീതിയിൽ നമുക്ക് ഈ ഡിസ്പേഴ്സണെ കുറച്ച് കൊണ്ടുവരാം എന്നതാണ് നമ്മുടെ കൺസേൺ. നമ്മളെ സംബന്ധിച്ചിടത്തോളം ക്രോമാറ്റിക് ഡിസ്പേഴ്സണിന്റെ വാല്യൂ എന്ന് പറയുന്ന സാധനം λ1 എന്ന് പറയുന്ന വേവ് ലെങ്തിനുള്ളതല്ല, λ2 എന്ന് പറയുന്ന വേവ് ലെങ്തിനുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ കർവിനെ എങ്ങനെ ഫ്ലാറ്റൻ ചെയ്യിച്ചു കൊണ്ടുവരാം, അല്ലെങ്കിൽ എങ്ങനെ ക്രോമാറ്റിക് ഡിസ്പേഴ്സണിന്റെ വാല്യൂ 0യിലേക്ക് കൊണ്ടുവരാം എന്നതിനെ കുറിച്ചാണ് ഇവിടെ സംസാരിക്കുന്നത്. പ്രധാനമായിട്ടും 2 ടൈപ്പ് ഡിസ്പേഴ്സൺ ആണ് പറയുന്നത്: മെറ്റീരിയൽ ഡിസ്പേഴ്സണും വേവ് ഗൈഡ് ഡിസ്പേഴ്സണും. ഈ മെറ്റീരിയൽ ഡിസ്പേഴ്സണിന്റെ റീസൺ തന്നെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു. അതുകൊണ്ട് റിഫ്രാക്റ്റീവ് ഇൻഡെക്സിൽ വരുത്തുന്ന ചേഞ്ചിലൂടെ നമുക്ക് മെറ്റീരിയൽ ഡിസ്പേഴ്സണെ കൺട്രോൾ ചെയ്യാം. അങ്ങനെ സ്യൂട്ടബിൾ ആയിട്ടുള്ള മെറ്റീരിയൽ ഡോപ്പ് ചെയ്യുന്നതിലൂടെ നമുക്ക് മെറ്റീരിയൽ ഡിസ്പേഴ്സൺ ഷിഫ്റ്റ് ചെയ്തുകൊണ്ട് പരമാവധി മിനിമം മെറ്റീരിയൽ ഡിസ്പേഴ്സൺ ഒബ്റ്റെയിൻ ചെയ്യാം. അടുത്തതായി വേവ് ഗൈഡ് ഡിസ്പേഴ്സൺ ആണ്. നമ്മൾ ഓൾറെഡി സംസാരിച്ചിരുന്നു. വേവ് ഗൈഡ് ഡിസ്പേഴ്സൺ എന്ന് പറയുന്നത് നമ്മുടെ വേവ് ഗൈഡിന്റെ ജോമെട്രിയെ ഡിപ്പെൻഡ് ചെയ്യുന്ന പാരാമീറ്റർ ആണ്. വേവ് ഗൈഡിന്റെ കോറിന്റെ റേഡിയസ് എത്രയാണ്, ക്ലാഡിങ്ങിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എത്രയാണ്,
അതുകൊണ്ട് തന്നെ ഇതിനെ കൺട്രോൾ ചെയ്യുക എന്നതിന് നമ്മൾ ജോമെട്രിയിൽ മാറ്റങ്ങൾ വരുത്തുകയാണ്. നോർമലി നമ്മുടെ ഫൈബറിനെ സ്യൂട്ടബിളായി ഡിസൈൻ ചെയ്തുകൊണ്ട് അല്ലെ ഫാബ്രിക്കേറ്റ് ചെയ്തതുകൊണ്ട് ഇതിൻ്റെ വാല്യൂസ് നമുക്ക് കുറയ്ക്കാൻ സാധിക്കും. അങ്ങനെ ടോട്ടൽ ക്രോമാറ്റിക് ഡിസ്പേഴ്സിൻ്റെ വാല്യൂ λ1 λ2 എന്ന വേവ് ലെങ്തിനിടയ്ക്ക് പരമാവധി അതിൻ്റെ വാല്യൂ ഫ്ലാറ്റൻ ചെയ്യിക്കാൻ നമുക്ക് സാധിക്കും. ഇത്തരം ഫൈബേഴ്സിനെ വിളിക്കുന്ന പേരാണ് ഡിസ്പേഴ്സൺ ഫ്ലാറ്റൻഡ് ഫൈബേഴ്സ്. എങ്ങനെയാണ് ഈ വേവ് ഗൈഡ് ഡിസ്പേഴ്സൺ ചേഞ്ച് വരുത്തുന്നത് എന്ന് ചോദിച്ചാൽ നമ്മൾ മൊത്തം ഡിസൈനിൽ വേവ് ഗൈഡിൻ്റെ ഡിസൈനിൽ മാറ്റം വരുത്തും. നോർമലി നമ്മൾ സിംഗിൾ ക്ലാഡഡ് വേവ് ഗൈഡാണ് ഇത്രയും നേരം സംസാരിച്ചത്. നടുക്കൊരു കോറ്, അതിനേക്കാൾ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കുറഞ്ഞ മീഡിയം കൊണ്ടുള്ള ഒരു ക്ലാഡിംഗ് പുറത്ത്. നേരെ മറിച്ച് ഇവിടേക്ക് വരുമ്പോൾ, ഇങ്ങനെ ഡിസ്പേഴ്സൺ ഫ്ലാറ്റൻഡ് ഫൈബറിലേക്ക് വരുമ്പോൾ സ്ട്രക്ചർ നമ്മൾ അല്പം വേരി ചെയ്യിക്കും. ഡബിൾ ക്ലാഡഡ് ഫൈബേഴ്സിലേക്ക് പോകും. അവിടെ ഫിഗറിൽ കാണിക്കുന്നത് പോലെ നടുക്ക് ഒരു കോർ ഉണ്ടായിരിക്കും. അവന് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് N1. അതിനേക്കാൾ വളരെ വളരെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കുറഞ്ഞ മീഡിയം കൊണ്ട് ഒരു ഫസ്റ്റ് ലെയർ ഓഫ് ക്ലാഡിങ്, അതിൻ്റെയും പുറത്ത് കോറിനേക്കാൾ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കുറഞ്ഞതും എന്നാൽ ഫസ്റ്റ് ലെയർ ഓഫ് ക്ലാഡിങ്ങിനേക്കാൾ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കൂടിയതുമായ മറ്റൊരു ലെയറും കൂടി. അങ്ങനെ 2 ലെയർ ക്ലാഡിങ് കൊണ്ട് ഡബിൾ ക്ലാഡഡ് ഫൈബേഴ്സ് യൂസ് ചെയ്ത് നമുക്ക് വേവ് ഗൈഡ് ഡിസ്പേഴ്സിനെ കുറച്ചുകൊണ്ട് ഈ ഡിസ്പേഴ്സൺ ഫ്ലാറ്റഡ് ഫൈബേഴ്സ് ഉണ്ടാക്കാവുന്നതാണ്.